നമസ്കാരം. ഒരു ചോദ്യപേപ്പർ ചോർന്നാൽ അതൊരു പരീക്ഷയുടെ രഹസ്യം മാത്രം നഷ്ടപ്പെടുന്നതല്ല. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഉറക്കമില്ലാത്ത രാത്രികളും മാതാപിതാക്കളുടെ പ്രതീക്ഷകളും ഒരു രാജ്യത്തിന്റെ വിദ്യാഭ്യാസ സംവിധാനത്തോടുള്ള വിശ്വാസവുമാണ് തകർന്നു വീഴുന്നത്. പരീക്ഷ നടത്തുന്നത് ഇത്രയും നിസ്സാരമാണോ? സുപ്രീം കോടതിയുടെ കടുത്ത ചോദ്യം ഒരു കോടതി മുറിയിൽ മാത്രം മുഴങ്ങിയതല്ല. രാജ്യത്തെ ഓരോ പരീക്ഷാ ഹാളിലും ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിലും പ്രതിധ്വനിക്കുകയാണ്. പരീക്ഷാ ക്രമക്കേടുകളെ അതീവ ഗൗരവത്തോടെ കാണണമെന്നും പുതിയ ആന്റി ചീറ്റിംഗ് നിയമം കർശനമായി നടപ്പിലാക്കണമെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചതോടെ രാജ്യത്തെ പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത വീണ്ടും ദേശീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട തുടർച്ചയായ വീഴ്ചകളിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി രംഗത്തെത്തി. ഇത് ഇങ്ങനെയങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയ കോടതി പരീക്ഷാ വിവാദങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ഓർമ്മിപ്പിച്ചു. ജസ്റ്റിസുമാരായ PS നരസിംഹ, അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജികൾ പരിഗണിച്ചത്. പരീക്ഷാ വിവാദങ്ങളിലെ പിഴവുകൾ തടയണമെന്നാവശ്യപ്പെട്ട കോടതി ഈ വിഷയത്തെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും അറിയിച്ചു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പിഴവുകളുടെ പരമ്പരയ്ക്ക് അറുതി വരുത്തണമെന്ന് കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. പരീക്ഷാ നടപടികൾ പൂർണ്ണമായും സുതാര്യവും വ്യവസ്ഥാപിതവുമാണെന്ന് ഉറപ്പുവരുത്തുമെന്ന് ബെഞ്ച് വ്യക്തമാക്കി. പരീക്ഷകൾ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിനെ കുറിച്ച് കോടതി കേന്ദ്രത്തോട് വിശദീകരണം തേടി. കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറുമ്പോൾ ഡേറ്റ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കുമെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. വിഷയത്തിൽ സമഗ്രമായ കാഴ്ചപ്പാട് കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് കേസ് ജൂലൈ 27 മാറ്റി. അതേസമയം പരീക്ഷാ ചോദ്യങ്ങൾ ചോരുന്നത് തടയാൻ കൂടുതൽ കർക്കശമായ നിയമ ഭേദഗതിക്ക് കേന്ദ്രം ഒരുങ്ങുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ന് ചേരുന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച ഭേദഗതികൾ ചർച്ച ചെയ്തേക്കും. സംഘടിതമായി പരീക്ഷാ തട്ടിപ്പുകൾ നടത്തുന്നവർക്കെതിരെ നിലവിലുള്ളതിനേക്കാൾ കടുത്ത ശിക്ഷയും വൻതുക പിഴയും ഏർപ്പെടുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2024 പാസാക്കിയ പബ്ലിക് എക്സാമിനേഷൻ ആക്ടിൽ ഭേദഗതികൾ വരുത്തിയാണ് നിയമം കൂടുതൽ ശക്തമാക്കുക. ഇതൊരു പരീക്ഷയുടെ മാത്രം കഥയല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ഒരൊറ്റ പരീക്ഷയിലൂടെ അളക്കപ്പെടുന്ന കോടിക്കണക്കിന് യുവാക്കളുടെ കഥയാണ്. വർഷങ്ങളോളം പുസ്തകങ്ങൾക്കിടയിൽ ജീവിതം പണയപ്പെടുത്തി കുടുംബത്തിന്റെ പ്രതീക്ഷ ചുമന്ന് പരീക്ഷാ ഹാളിലെത്തുന്ന ഒരു വിദ്യാർത്ഥിക്ക് ചോദ്യപേപ്പർ ചോർച്ച വെറും ഒരു വാർത്തയല്ല, അതവന്റെ ഭാവിയിലേക്കുള്ള കൊള്ളയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷാ മാഫിയകളെ നിയമത്തിന്റെ ഏറ്റവും കർശനമായ വകുപ്പുകൾ ഉപയോഗിച്ച് നേരിടണമെന്ന കോടതിയുടെ നിർദ്ദേശം രാജ്യത്തെ ഓരോ രക്ഷിതാവിനും ഓരോ വിദ്യാർത്ഥിക്കും പ്രതീക്ഷയുടെ പുതിയ വെളിച്ചമാണ്. രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കേണ്ട പരീക്ഷകൾ ഇന്ന് കോടതിയുടെ കാവലിൽ സംരക്ഷണത്തിനായി, നീതിക്കായി എത്തി നിൽക്കുന്നത് ഒരു മുന്നറിയിപ്പാണ്. വിദ്യാഭ്യാസം ഒരു വിപണിയല്ല എന്നും ചോദ്യപേപ്പർ ഒരു ചരക്കല്ല എന്നും വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾ വിലപേശാൻ അനുവദിക്കില്ല എന്നും ഇന്ത്യയുടെ പരമോന്നത കോടതി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പരീക്ഷയുടെ വിശുദ്ധി സംരക്ഷിക്കപ്പെടുമ്പോഴാണ് പരിശ്രമത്തിന് വില ലഭിക്കുന്നത്. നിയമങ്ങൾ എഴുതുക എളുപ്പമാണ്, പക്ഷേ അവ നടപ്പാക്കാനുള്ള ആർജവമാണ് ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ ശക്തി. സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ് ഇനി വെറും നിരീക്ഷണമായി മാത്രം അവശേഷിക്കാൻ പാടില്ല. പരീക്ഷാ ഹാളുകളിൽ നിന്ന് അഴിമതി പൂർണ്ണമായി തുടച്ചു നീക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വിദ്യാർത്ഥികളുടെ വിശ്വാസം തിരിച്ചുപിടിക്കാനാവൂ. കാരണം ഒരു രാജ്യത്തിന്റെ ഭാവി എഴുതപ്പെടുന്നത് കോടതി വിധികളിലല്ല, പരീക്ഷാ ഹാളുകളിൽ ഭാവി രചിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളിലാണ്.